ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ കുറേ കാലത്തിന് ശേഷമാണ് ഒരു വ്ളോഗ് കൈൻഡ് ഓഫ് വീഡിയോ ഇടുന്നത്. കുറേ കാലമായിട്ടുണ്ട് നമ്മളൊരു വ്ളോഗ് കൈൻഡ് ഓഫ് വീഡിയോ ഇടുന്നത്. ഈ വീഡിയോ വേറൊന്നുമല്ല, നമ്മൾ ഷോർട്സും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. നമ്മൾ തായ്ലൻഡ് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ക്ലിപ്സൊക്കെ ആഡ് ചെയ്തിട്ടൊരു വ്ളോഗ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ലൈക്ക് നമുക്കൊരു മെമ്മറീസ് ആവുമല്ലോ കുറേ കഴിഞ്ഞ് കാണുമ്പോഴൊക്കെ. നമ്മൾ പോയ ടൈമിൽ നമുക്ക് വീഡിയോസ് ഉണ്ടാക്കണം, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണം എന്നൊരു മെൻറ്റാലിറ്റി ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് ആഡ് ചെയ്തിട്ട് നമ്മളൊരു ബ്യൂട്ടിഫുൾ വീഡിയോ ക്രിയേറ്റ് ചെയ്തതാണ്. നൈറ്റിലായിരുന്നു ഫ്ലൈറ്റ് നമുക്കുണ്ടായിരുന്നത്. സോ നമ്മൾ കുറച്ച് നേരത്തെ തന്നെ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് നേരത്തെ എത്തിയോണ്ട് തന്നെ നമുക്ക് ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടിയതിൻ്റെ ശേഷം കുറച്ച് ടൈമും കൂടി വെയിറ്റ് ചെയ്യേണ്ടിയിരുന്നായിരുന്നു. അപ്പോൾ നമ്മൾ എയർപോർട്ടിലൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നടന്ന് കുറച്ചൊന്ന് കണ്ട് നമ്മൾ ഫ്ലൈറ്റിൽ കയറി. നമ്മൾ അവിടെ എത്തിയപ്പോൾ ഓൾമോസ്റ്റ് മോർണിംഗ് ആയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 1.5 hours ഡിഫറൻസ് ഉണ്ട് നമ്മൾ ഇന്ത്യൻ ടൈമും തായ്ലൻഡ് ടൈമും. നമ്മളവിടെ ഡോങ് മിയോങ് ഇൻ്റർനാഷണൽ എയർപോർട്ട് ബാങ്കോക്കിലാണ് നമ്മൾ ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് നമ്മൾ ഫസ്റ്റ് പോയിട്ടുണ്ടായിരുന്നത് പട്ടായയിലോട്ടാണ്. ഈച്ച് ആൻഡ് എവറിത്തിങ് നമ്മൾ ക്യാപ്ചർ ചെയ്തിട്ടില്ല, ബിക്കോസ് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ നമ്മൾ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എടുക്കണമെന്ന് വിചാരിച്ചതല്ല. സോ ഇതാണ് ഡോങ് മിയോങ് ഇൻ്റർനാഷണൽ എയർപോർട്ട്. നമുക്ക് അവിടെ നിന്നിട്ട് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നതും ടേക്ക് ഓഫ് ചെയ്യുന്നതൊക്കെ കാണാം. അവിടുന്ന് കുറച്ചധികം ട്രാവൽ ചെയ്തിട്ടാണ് നമ്മൾ പട്ടായയിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. നൈറ്റ് ടൈം വരെ നമ്മൾ അടിപൊളിയായിട്ടൊന്ന് റെസ്റ്റ് ചെയ്തിട്ടോ, കാരണം അത്രയും ട്രാവൽ ചെയ്തതിൻ്റെ ഒരു ടയർഡ്നെസ്സൊക്കെ മാറാൻ വേണ്ടിയിട്ട്. അറിയാലോ, പട്ടായ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും നൈറ്റ് ലൈഫാണ്. അത് നൈറ്റാണ് വൈബ് എന്ന് പറയാം. നൈറ്റാണ് എപ്പോഴും ഓണായി കിടക്കുന്നത്. ഒരു 8 to മോർണിംഗ് ഒരു 5 o'clock ഒക്കെ വരെ, ഓൾമോസ്റ്റ് ഒരു 4 to 5 o'clock വരെ അടിപൊളി വൈബാണ് കേട്ടോ അവിടെ. നമ്മളും വന്നപാടെ ഓൾറെഡി റെസ്റ്റൊക്കെ എടുത്തോണ്ട് തന്നെ നമുക്കും അങ്ങനെ ടയർഡ്നെസ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എല്ലാവരും ഭയങ്കര ഓണായിട്ടായിരുന്നു അവിടെ കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ കാണുന്ന പോലെ ഓരോ ചെറിയ സ്ട്രീറ്റ്സ് ഉണ്ട് അവിടെ, അടിപൊളി നല്ല സ്ട്രീറ്റ് ഫുഡ്സും കാര്യങ്ങളും. അറിയാലോ, പട്ടായയിലും അല്ലെങ്കിൽ നമ്മൾ തായ്ലൻഡിൽ നിന്ന് വരുമ്പോൾ തന്നെ ഒരു ലോട്ട് ഓഫ് സ്ട്രീറ്റ് ഫുഡ് ഐറ്റംസ് ഉണ്ട്. അതൊക്കെ നമ്മൾ ഏകദേശം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ചെറിയ ഷോർട്സ് ആയിട്ട് ഓൾറെഡി നമ്മളിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ ചെറിയൊരു ഫസ്റ്റായിട്ട് ഒരു സ്ട്രീറ്റിൽ കണ്ടപ്പോൾ നല്ല കളർഫുള്ളാട്ടോ, ഭയങ്കര ലൈറ്റ്സൊക്കെ വെച്ചിട്ട്. പിന്നെ ക്രൊക്കഡൈൽ അറിയാമല്ലോ തായ്ലൻഡിൽ. പിന്നെ നമ്മൾ ഫസ്റ്റ് ചെന്നപ്പോൾ തന്നെ നമ്മളൊരു അവക്കാഡോ ഷേക്കാണ് കുടിച്ചത്. പറയാണ്ടിരിക്കാൻ വയ്യാട്ടോ. ഏത് ഫ്രൂട്ട്സും എവറി ഫ്രൂട്ട്സും അവിടുത്തെ എനിക്ക് ഭയങ്കര ടേസ്റ്റി ആയിട്ട് തോന്നി. നൈസായിരുന്നു കേട്ടോ. അവക്കാഡോ ഒക്കെ നല്ലൊരു റിഫ്രഷിങ് ആയിരുന്നു നമുക്ക്. പിന്നെ നമ്മൾ അവിടുത്തെ പഡ്തായി, തായ്ലൻഡിലെ വൺ ഓഫ് ദ ഫേമസ് ആൻഡ് ടേസ്റ്റി ഫുഡ് ഐറ്റമാണ് നമ്മൾ പഡ്തായി. നമ്മളത് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രോൺസിൻ്റെ പഡ്തായി ആണ് നമ്മൾ ട്രൈ ചെയ്തത്. പിന്നെ നമ്മൾ തായ്ലൻഡിൽ വരുമ്പോൾ തന്നെ നമ്മൾ വിഷ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് തായ്ലൻഡ് വന്നിട്ട് നമ്മൾ വൈറൽ പാൻ കേക്ക്സ് ട്രൈ ചെയ്യണമെന്ന്. തായ്ലൻഡിലെ കുറേ വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ഒരു പാൻ കേക്കിൻ്റെ റിവ്യൂസും ടേസ്റ്റൊക്കെ പറഞ്ഞിട്ടുള്ളത്. സോ നമ്മളെ മൈൻഡിലുണ്ടായിരുന്നു വൺസ് നമ്മൾ തായ്ലൻഡ് വിസിറ്റ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് ഈ പാൻ കേക്ക്സ് ഒന്ന് ട്രൈ ചെയ്യണമെന്നും. സോ നമ്മൾ ഫസ്റ്റ് ചെന്ന ഉടനെ തന്നെ ട്രൈ ചെയ്തു. ഇറ്റ് വാസ് സോ യമ്മി. വെറുതെ പറയല്ലോ ഗൈസ്, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നമ്മൾ തായ്ലൻഡിൽ കുറച്ച് ഡേയ്സ് ഉണ്ടായിരുന്നു. അതിൽ ഈച്ച് ആൻഡ് എവറി ഡേ നമ്മൾ ഓരോരോ പാൻ കേക്ക്സ് ട്രൈ ചെയ്തിട്ടുണ്ട് ഡിഫറെൻറ്റ് ഏരിയാസിൽ നിന്ന്. ബിക്കോസ് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം അതിൻ്റെ മേക്കിങ് കാണാനൊക്കെ ഭയങ്കര രസമാട്ടോ. പിന്നെ ഭയങ്കര ചൂടോടല്ല അത് സെർവ് ചെയ്യുന്നത്. സോ അതും ആ ചൂടും പിന്നെ നമ്മൾ ആ ചോക്ലേറ്റും, പിന്നെ ചോക്ലേറ്റ് അല്ല പല കൈൻഡ് ഓഫ് ഫ്ലേവേഴ്സ് ഉണ്ട്. ലൈക്ക് കണ്ടൻസ് മിൽക്ക് ഉണ്ട്, ന്യൂട്രല്ല ഉണ്ട്, പിന്നെ ബിസ്കോഫ് ഉണ്ട്, മറ്റേ നമ്മൾ ലോട്ടസ് ബിസ്കോഫ്, അങ്ങനെ ഒരുപാട് ഫ്ലേവേഴ്സ് ഉണ്ട്. നമ്മൾ ഓരോന്ന് ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ എല്ലാതൊന്നും നമ്മൾ വീഡിയോസിലില്ല കേട്ടോ. സോ നമ്മളെ കയ്യിൽ കിട്ടിയിട്ട് വീഡിയോ വെച്ചിട്ട് നമ്മൾ ആഡ് ചെയ്തതാണ്. സോ ഇത് നമ്മൾ ഫസ്റ്റായിട്ട് നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഓഫ് കോഴ്സ് ഞാനൊരു ചോക്ലേറ്റ് ലവർ ആയതുകൊണ്ട് തന്നെ ന്യൂട്രലായിരുന്നു. അങ്ങനെ ഞാനത് ടേസ്റ്റ് ചെയ്യാണ്. ഭയങ്കര ചൂടായതുകൊണ്ട് തന്നെ കുറച്ചൊരു ഡിഫിക്കൽട്ട് ഉണ്ട്. എന്നാലും ആ ഒരു ടേസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ടേസ്റ്റ് ചെയ്ത് പിന്നെ അവിടെയൊക്കെ ഒന്ന് നമ്മൾ ചുറ്റിക്കറങ്ങിയതിന് ശേഷം അവിടെ അടുത്ത് തന്നെ ഒരു 7-Eleven ഉണ്ടായിരുന്നു. സോ നമ്മൾ 7-Elevenൽ വൈറലായിട്ടുള്ള ഒരു ട്രെൻഡിങ് ഡ്രിങ്ക് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മൾ ഇതേപോലെ തന്നെ പാൻ കേക്ക് പോലെ തന്നെ നമ്മളെ വിഷ് ലിസ്റ്റിലുണ്ടായിരുന്നു 7-Elevenലെ വൈറൽ സാധനങ്ങളൊക്കെ, അതായത് ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന ഫുഡ് ഐറ്റംസ് ഡ്രിങ്ക്സൊക്കെ ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. സോ നമ്മൾ അത് ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ പോരാത്തതിന് അവിടെ നിന്ന് നമ്മൾ
എനിക്ക് വൺ ഓഫ് ദ മെയിൻ ഫേവറേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 7-Eleven ഒരു ബ്രെഡ് സാൻഡ്വിച്ച് ഉണ്ട് കേട്ടോ. ബ്രെഡ് ചീസ് സാൻഡ്വിച്ച് അടിപൊളിയായിരുന്നു. അത് കഴിക്കണ വീഡിയോ എനിക്ക് കിട്ടിയിട്ടില്ല, ബിക്കോസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അടിപൊളിയാട്ടോ. പിന്നെ അതേപോലെ നമ്മളെ ഇൻഹെയിലർ ഉണ്ടല്ലോ, ഹെർബ്സ് വെച്ചിട്ടുള്ള തായ്ലൻഡ് സ്പെഷ്യൽ, അതും നമ്മൾ അവിടുന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സാൻഡ്വിച്ചസ് ചോക്ലേറ്റിൻ്റെതും. പക്ഷേ ചോക്ലേറ്റിനേക്കാളും ഒന്നുകൂടെ ബെറ്റർ നമ്മുടെ ചീസാട്ടോ. ചീസ് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു. ദെൻ നമ്മൾ അവിടുന്ന് ശേഷം അതിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ പട്ടായ വാക്കിംഗ് സ്ട്രീറ്റ്. സോ നമ്മൾ പട്ടായ വാക്കിംഗ് സ്ട്രീറ്റിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അതൊന്ന് ജസ്റ്റ് ഏകദേശം ഒരു 1 കിലോമീറ്റർ ഉണ്ടാവുമെന്ന് കരുതുന്നു. എക്സാക്റ്റ് എനിക്കറിയില്ല, ഒരു എൻഡ് ടു മറ്റേ എൻഡ് വരെ അതൊന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ കുറേ ഇതേ കൈൻഡ് ഓഫ് ഷോകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല കുറച്ചൊരു എന്താ പറയുക, ഒരു ഫണ്ണി ആയിട്ടുള്ള ഒരുപാട് ഷോകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മെയിൻലി അവിടെ അങ്ങനെ ആൾക്കാർ വീഡിയോസ് എടുക്കാത്തതുകൊണ്ടും പിന്നെ നമുക്കൊരു വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്നുള്ള മെൻറ്റാലിറ്റി ഇല്ലാത്തതുകൊണ്ടും നമ്മൾ അങ്ങനെ വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇതൊക്കെ ചെറിയ ഒരു ഫണ്ണി ആയിട്ടുള്ള നല്ല രസമുള്ള ഒരു മൊമെൻ്റ് ചെയ്തു കേട്ടോ. അയാൾ കുറച്ച് എന്താ പറയുക ചിരിപ്പിക്കായിരുന്നു. പിന്നെ കുറേ ക്ലബ്സ് ഉണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെ നമ്മൾ അവിടെയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തു. നമുക്ക് വരുമ്പോൾ തന്നെ പറ്റുകയാണെങ്കിൽ നമുക്കൊരു നല്ലൊരു മസാജ് ചെയ്യിപ്പിക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ. തായ്ലൻഡിൽ വന്നിട്ട് തായ് മസാജ് ചെയ്തില്ലെങ്കിലും മോശമല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് എന്ത് ഒരു ലെഗ് മസാജ് എടുക്കാം. ഫസ്റ്റ് ഡേ ലെഗ് മസാജ് എടുക്കാം, എന്നിട്ട് എങ്ങനെയുണ്ട് നോക്കിയതിന് ശേഷം നമുക്കൊരു ബോഡി മസാജ് എടുക്കുക എന്നുള്ള പ്ലാനായിരുന്നു. സോ ലെഗ് മസാജ് എടുത്തപ്പോൾ തന്നെ നമുക്ക് അടിപൊളി ഫീൽ ചെയ്യുന്നു കേട്ടോ, ഭയങ്കര റിലാക്സേഷൻ. പിന്നെ നെക്സ്റ്റ് ഡേ നമ്മൾ ഫസ്റ്റ് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അൽക്കസർ ഷോ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ സാങ്ച്വറി ഓഫ് ട്രൂത്ത് കാണാൻ പോയിട്ടുണ്ടായിരുന്നു. ഇതൊരു അടിപൊളി കാണേണ്ടതാട്ടോ, മസ്റ്റ് വാച്ചാണ്. അതായത് നമ്മൾ എന്തായാലും പോയി കാണേണ്ട ഒരു അത്ഭുതം തന്നെ പറയാം. കാരണം ഈച്ച് ആൻഡ് എവറിത്തിങ് വിത്ത് വുഡ് വെച്ചിട്ടാണ് ഇവിടെ മേക്ക് ചെയ്തിട്ടുള്ളത് ഈ ഒരു ടെമ്പിൾ. ആൻഡ് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ എങ്ങനെ പോയാലും നമ്മൾ ആ ക്യാപ്പ് വെക്കണം. നമ്മളുടെ കയ്യിൽ സാങ്ച്വറി ഓഫ് ട്രൂത്തിൻ്റെ അധികം വീഡിയോസ് അവൈലബിൾ അല്ല കേട്ടോ. ഏകദേശം വീഡിയോസും ഫോട്ടോസും അത് കണ്ട് വന്നപ്പോൾ തന്നെ നമ്മുടെ 1 ഡേ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നൈറ്റിൽ നമ്മൾ ആസ് യൂഷ്വൽ നമ്മൾ നൈറ്റ് മാർക്കറ്റിലേക്കും സ്ട്രീറ്റ് ലൈഫ് ഒക്കെ എൻജോയ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നെക്സ്റ്റ് ഡേ നമ്മൾ വന്നിട്ട് പട്ടായ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്ക് വിസിറ്റ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. നമുക്ക് ചെറുതായിട്ട് അവരൊരു മഴ കിട്ടി. ആൻഡ് മഴ പെയ്യണോണ്ട് തന്നെ നമുക്ക് ചെറുതായിട്ടൊക്കെ ഒരു പണി കിട്ടിയിട്ടോ. കാരണം മഴ കൊള്ളാത്ത സ്ഥലം നോക്കിയിട്ട് അങ്ങനെ നമുക്ക് നടന്നിട്ട് വിസിറ്റ് ചെയ്യാനേ കഴിയുള്ളൂ. കാരണം മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വുഡായിട്ടാണ് ഈ ഫ്ലോറൊക്കെ വരുന്നത്. അപ്പോൾ കുറച്ച് സ്ലിപ്പറിയാണ്, നമ്മൾ നല്ല ശ്രദ്ധിച്ചിട്ട് വേണം നടക്കാൻ. സംഭവം അത്യാവശ്യം നല്ല ക്യൂട്ടായിട്ടുള്ള കാര്യങ്ങളാട്ടോ കാണാനുള്ളത്. ഒരു ലോകം തന്നെയാണ്, നമുക്ക് ഒരുപാട് നടന്ന് കാണാനുണ്ട്. അങ്ങനെ നമ്മൾ ഓരോന്നും നടന്ന് കാണിയിരുന്നു. പിന്നെ നമുക്ക് ചെറുതായിട്ട് പേടിയുണ്ട്, നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഫ്ലോറൊക്കെ നമ്മൾ വുഡിലാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. സോ നമ്മൾ മഴ പെയ്യുമ്പോൾ സ്ലിപ്പറി ആയിട്ട് നല്ല സൂക്ഷിച്ച് നടക്കണം കേട്ടോ, അല്ലെങ്കിൽ കുറച്ച് നമുക്ക് പണി കിട്ടും. അവിടെ സംഭവം ഫോട്ടോ എടുക്കാൻ നല്ല നല്ല ഫോട്ടോ സ്പോട്ടും ഉണ്ടായിരുന്നു. ബട്ട് മഴ കാരണം നമുക്കത് പറ്റിയിട്ടില്ല. നിങ്ങൾക്ക് ചിലപ്പം വീഡിയോ കാണുമ്പോൾ മഴ പെയ്യുന്നത് വല്ലാണ്ട് മനസ്സിലാവുന്നുണ്ടാവില്ല. ബട്ട് വെള്ളത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു തുള്ളികളൊക്കെ മനസ്സിലാവട്ടെ. പിന്നെ അവിടെ ഒരു ഷോ ഉണ്ടായിരുന്നു, അവിടുത്തെ ട്രഡീഷണൽ ഡാൻസ്. പിന്നെ ഇതൊക്കെ അവിടുത്തെ കുറച്ച് ഫോട്ടോ സ്പോട്ടുകളാണ്. ബട്ട് മഴ കാരണം നമുക്ക് വല്ലാണ്ട് അവിടെ എന്താ പറയുക നിന്നിട്ട് ഫോട്ടോ എടുക്കാനൊന്നും ഓവറായിട്ട് പറ്റിയില്ല. പെട്ടെന്നൊന്ന് ജസ്റ്റ് നിൽക്കുക, അതേപടി ഇങ്ങോട്ട് തന്നെ വരിക. കാരണം നമുക്ക് പനി വരുത്തിയേക്കാളുള്ള ടൈമില്ല എന്നല്ല, പനി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പിറ്റത്തെ ദിവസമുള്ള നമ്മൾ എക്സ്പ്ലോറിങ് ഒക്കെ പോവും. അവിടുന്ന് നമ്മൾ പട്ടായ സിറ്റിയിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. പട്ടായ സിറ്റിയിലേക്ക് വരാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നൈറ്റിൽ ഈ ഡേ ടൈമിൽ ലൈറ്റ് ഇല്ലാണ്ട് നൈറ്റിൽ ലൈറ്റ് വരുന്ന ഒരു ഇതുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഈവനിങ് നേരെ പട്ടായ സിറ്റിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ അവിടുന്ന് കുറച്ച് എന്താ പറയുക നല്ല കാറ്റും ഒക്കെ ആയിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ നിൽക്കുമ്പോൾ നല്ലൊരു റിലാക്സേഷൻ ആയിരുന്നു. പിന്നെ നമ്മൾ ഈ ട്രിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹറിബറി ആയിട്ടുള്ള ഒന്നും ഉണ്ടായിരുന്നില്ല. ബിക്കോസ് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റിലാക്സ് ചെയ്തിട്ട് വേണം ഈ ട്രിപ്പ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഹറിബറി ആകുമ്പോൾ നമുക്കൊരു എൻജോയ്മെൻ്റ് ഒന്നും ഉണ്ടാവില്ല എന്ന് പറയാൻ കാരണം നമ്മൾ കുറച്ച് ടയേർഡായിരിക്കും. കാരണം ഫുൾ ഓട്ടത്തിലാവുമ്പോഴേ നമ്മൾ കുറച്ച് റിലാക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ എൻ്റയർ തായ്ലൻഡ് ട്രിപ്പ് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നൈറ്റ് ടൈം ആവാൻ വേണ്ടി നമ്മൾ ആ ലൈറ്റ് തെളിയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്.
അങ്ങനെ നമ്മൾ കുറച്ച് കാറ്റൊക്കെ കൊണ്ടൊന്ന് റിലാക്സ് ആയി കഴിഞ്ഞപ്പോൾ നമ്മുടെ ലൈറ്റ് വരാൻ തുടങ്ങിട്ടോ. ആൻഡ് ലൈറ്റ് വന്ന് അതൊക്കെ കണ്ട് നമുക്ക് ഇഷ്ടമായി. ദെൻ നമുക്ക് ഒരു പ്ലേസും കൂടി വിസിറ്റ് ചെയ്യാനുണ്ടായിരുന്നു നൈറ്റിൽ. സോ ടെർമിനൽ 21 ആണ് പട്ടായയിൽ. എന്താ പറയുക, അടിപൊളിയാണ്. സോ നമ്മൾ അത് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോയ ടൈമിൽ തന്നെ അവിടെ എടുത്ത് തന്നെ, അതായത് ഈ ടെർമിനൽ 21ൻ്റെ അടുത്ത് തന്നെ ആയിട്ട് ഒരു ചെറിയ സ്ട്രീറ്റ് ഉണ്ട്, ഈ ഒരു കൈൻഡ് ഓഫ് മാർക്കറ്റ്. അപ്പോൾ അവിടെ ഒന്ന് വിസിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ടെർമിനൽ 21ലേക്കാണ് പോയത്. അത് കുറച്ച് നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നല്ലൊരു ക്യൂട്ടായിട്ടുള്ള കുറച്ച് സുവനിയേഴ്സും നല്ല ക്യൂട്ട് ഐറ്റംസ് ആയി വന്നിട്ടുള്ള ഒരു ചെറിയൊരു മാർക്കറ്റ് ആയിരുന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റും എയറോപ്ലെയിൻ, അത് നമ്മുടെ ടെർമിനൽ 21ൻ്റെ. അങ്ങനെ നമ്മൾ അവിടെ വിസിറ്റ് ചെയ്ത് അപ്പം നമ്മൾ ഫുഡൊന്നും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ബിക്കോസ് നമ്മൾ ഓൾറെഡി വയറ് ഫില്ലായിരുന്നു കേട്ടോ. കുറേ ഫുഡ് ഐറ്റംസ് കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്ലിപ്സൊന്നും നമ്മളെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യാത്തത്. ദെൻ നമുക്ക് വന്നതിൻ്റെ ശേഷം, അതായത് ടെർമിനൽ 21 ഒന്ന് കണ്ട് വന്നതിൻ്റെ ശേഷം എക്സ്പ്ലോർ ചെയ്യാന്നുള്ള മെൻറ്റാലിറ്റിയിലിരുന്ന് ഒരുപാട് ഓയിസ്റ്റർ, നമ്മുടെ ഒക്ടോപ്പസ്, പ്രോൺസ്, പല കൈൻഡ് ഓഫ് ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ടെർമിനൽ 21 കയറി. ഇത് വലിയൊരു എസ്കലേറ്ററാണ് കേട്ടോ. അതായത് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോർ ടു ടോപ്പ് ഫ്ലോർ വരെ വരുന്ന വലിയൊരു ജയൻ്റ് എസ്കലേറ്ററാണ്. ഇവിടുന്ന് നോക്കുമ്പോൾ ഭയങ്കര ഒരു വൈബാണ് സംഭവം. നല്ല രസമുണ്ടെങ്കിൽ അതിൽ നമുക്ക് പോകുമ്പോൾ ഏകദേശം അത്യാവശ്യം വലിയ ലോങ്ങാണ്. നമ്മൾ ഈ കാണുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം അത് മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല. പിന്നെ നമ്മൾ ഓരോരോ ടെർമിനൽ 21 ഓരോരോ ഏരിയ ഓരോരോ കൺട്രീനെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളതായിരുന്നു. അതായത് ഓരോരോ കൺട്രീൻ്റെ ഫേമസ് ആയിട്ടുള്ള സംഭവങ്ങൾ വെച്ചിട്ടുള്ളതായിരുന്നു. പിന്നെ അവിടെ നിന്ന് നമ്മൾ നല്ലൊരു ഐസ്ക്രീം കഴിച്ചിട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ആ ഒരു ഐസ്ക്രീം. നമ്മൾ മെക്ഡൊണാൾഡ്സത്തെ അടിപൊളിയായിരുന്നു. എനിക്ക് എന്താ അറിയില്ല, ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അങ്ങനെ നമ്മൾ ടെർമിനൽ 21 ഓരോരോ ഏരിയ ഇങ്ങനെ കവർ ചെയ്യുമായിരുന്നു. ഓരോരോ ഏരിയ അതെങ്ങനെ പറഞ്ഞു തരേണ്ടതെന്ന് അറിയില്ല. ടോക്കിയോ, സാൻ ഫ്രാൻസിസ്കോ, അങ്ങനെ ഓരോരോ സിറ്റീസ് അല്ലെങ്കിൽ കൺട്രീസിനെ റെപ്രസെൻ്റ് ചെയ്തിട്ടാണ് ഓരോരോ ബ്ലോക്ക് അല്ലെങ്കിൽ ഓരോരോ ഏരിയ അവർ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സിറ്റീനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ ഒരു കൺട്രീനെ ബേസ് ചെയ്തിട്ടാകും ആ ഒരു ഏരിയൻ്റെ തീമെന്ന് വന്നിട്ട്. അങ്ങനെ ടെർമിനൽ 21 ഒക്കെ എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ ഒരു നൈറ്റ് മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു അടുത്ത് തന്നെ ഒരു സ്ട്രീറ്റ് ഉണ്ടെന്ന്. അങ്ങനെ അവിടെ നമ്മൾ കയറിയതിൻ്റെ ശേഷം നമുക്ക് കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതായിരുന്നു നമ്മൾ പട്ടായയിലുള്ള ലാസ്റ്റ് നൈറ്റ്. കാരണം നെക്സ്റ്റ് ഡേ നമ്മൾ ബാങ്കോക്കിലേക്ക് പോവാണ്. സോ നെക്സ്റ്റ് വീഡിയോ വന്നിട്ട് ബാങ്കോക്കിൻ്റെ ആയിരിക്കും. സോ സ്റ്റേ ട്യൂൺ, ബൈ.